ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടിലെ കുറച്ച് പണികളാണ്. ഒരു ഞായറാഴ്ചത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെ പോകുന്നെന്ന് ഞാനൊന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ കുറേ പച്ചക്കറികളും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ കുറച്ച് പയറുകൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റർ പയറാണ് ഉണ്ടായിട്ടുള്ളത്. ആ പയർ പൊട്ടിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പയറാണ് ഇത്. വളരെ ടേസ്റ്റുള്ളൊരു ഉപ്പേരി വയ്ക്കാം നമുക്കതുകൊണ്ട്. താഴത്തും മുകളിലുമായി ഇഷ്ടംപോലെ പയറിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായി കട്ടറി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ മുകളിലും ഉണ്ട് ഇതിൻ്റെ ബാക്കി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ടും അവിടുത്തെ പയറും കാണാട്ടോ. ഇനി ഇതേ കുറച്ചും കൂടി ഉള്ളൂ ഇവിടെ പൊട്ടിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് ഇതിനേറ്റവും നല്ല പച്ചക്കറികളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വെണ്ടക്കായ, സാധാ വെണ്ടക്കായ. ഇനിയുള്ളത് ചുവന്ന വെണ്ടക്കായ. ആഹാ, എന്താ അവൻ്റെ രസം. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക പൊട്ടിച്ചാൽ എങ്ങനെയാണെങ്കിൽ അത് തിരിഞ്ഞ് മറിഞ്ഞു നിന്നിട്ടൊക്കെയാണ് കോവയ്ക്ക പൊട്ടിക്കുന്നത്. എഡിറ്റിങ്ങിലാണ്. കോവയ്ക്കുമുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. നല്ല കോവയ്ക്കയാണ്. ഒരു കോവയ്ക്ക ഏകദേശം നമ്മുടെ 2 വിരലിൻ്റെ വണ്ണം ഉണ്ടാവും. അത്രയോ സൈസുള്ള കോവയ്ക്കാണല്ലോ ഇത്. കാണണോ നിങ്ങൾക്ക്? എന്നതാ വരൂ, ഒളിച്ചിരിക്കണ്ട. ഞാനിത് ഒളിച്ചത് ഇപ്പുറത്ത് കൂടെ വരുന്നുണ്ട് കേട്ടോ. കാണൂ, ഇപ്പൊ എത്തും ഞാൻ കേട്ടോ. വരൂ ശിവ. അതാണ് വെണ്ടക്കായ. അങ്ങനെ ഞാൻ ആ പയർ പൊട്ടിക്കാനായിട്ട് മുകളിൽ ടെറസിന്റെ മുകളിൽ എത്തിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഇഷ്ടം പോലെ പയറൂടെ. കണ്ടോ, ഇത്രയും പയർ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ പയർ താഴത്തുമുണ്ട്. അവിടെയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കടുത്തത് മുരിങ്ങയ്ക്ക. കുറേ മുരിങ്ങയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇനിയും പൊട്ടിച്ചില്ലെങ്കിൽ അവ മൂത്ത് ഒരടിച്ച് പോവും. പിന്നെ മഴക്കാലമല്ലേ വരുന്നത്, അതുകൊണ്ട് വേഗം പൊട്ടിക്കാൻ വിചാരിച്ചു. കണ്ടമാനം കൊമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കിണറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പൊട്ടിക്കുന്നത്. ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ്. എന്നാലും പൊട്ടിക്കാതെ കഴിയില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, വിഷമൊന്നും ഇടാത്ത പച്ചക്കറികളല്ലേ നമുക്കാവശ്യം. അതുകൊണ്ട് എൻ്റെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ തന്നെയാണിത്. അപ്പം അങ്ങനെ ഏകദേശം ഇതാ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും പൊട്ടിക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ്. നല്ല ഉയരത്തിലായത് കാരണം ഇത്തിരി എളുപ്പമല്ല ഇത് പൊട്ടിക്കാനായിട്ട്. ഞാൻ കിണറമ്മ കയറി റിസ്ക് പിടിച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. ഏകദേശം ഒരു 10-20ഓളം മുരിങ്ങക്കായ കേട്ടോ. അത് മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട്. അത് ഞാൻ കാണാം. വീഡിയോ തുടർന്ന് കാണും. എങ്കിലേ നിങ്ങൾക്കത് കാണാൻ കഴിയൂ. ആ ടെസ്റ്റ് പൊട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി നീണ്ടുപോയത് ഇത് പൊട്ടിക്കാനായിട്ട്. സ്പീഡ് കൂട്ടിയിട്ടാലും കാര്യമില്ല. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ മുരിങ്ങക്ക പൊട്ടിച്ച് കഴിഞ്ഞു. പിന്നെയുള്ള ലിസ്റ്റ് എന്താണ്? ഇത് കുറേ മുരിങ്ങക്കായും കിട്ടി. ഇനി അടുത്ത പണി എന്താണ്? വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ. ആകെ ചപ്പ് ചവറുകളൊക്കെ നിറഞ്ഞ് തകിട് പൊടിയായിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും കിടക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ചൂലെടുത്ത് അടിച്ചു വാരി ചവറൊക്കെ മാറ്റി തന്നെയുള്ള പരിപാടിയാണ്. എങ്ങോട്ട്? അതാണ് വേറെ ടെസ്റ്റ്. ചവറൊന്നും നമ്മൾ വെറുതെ കൊണ്ട് കളയരുത്. ഇതിലെന്തൊരു സ്ഥലമുണ്ട്. അത് ഇപ്പം വരൂ കേട്ടോ. ഇപ്പിയരുത്, കണ്ടുകൊണ്ടിരിക്കൂ. അപ്പോൾ നമുക്ക് ആ സ്ഥലം എവിടെയാണെന്ന് നോക്കാം. ഇത് കൊണ്ടിടുന്നത് നമുക്കൊരു ഉപകാരപ്രദമായിട്ട് വേണ്ടേ. അതുകൊണ്ട് ഞാനത് എവിടെയാണ് കൊണ്ടിടുന്നത്? വരൂ നോക്കാം നമുക്ക് ആ സ്ഥലം. ചെറിയ തെങ്ങുണ്ട്, അതിൻ്റെ വളമായിട്ടാണ് പോകുന്നത്. ഇനി ഒരു വാഴപ്പിണ്ടി ആയാലും നമുക്ക് ഒരു വാഴ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിണ്ടി എടുക്കാം. പിണ്ടി നല്ലതല്ലേ ശരീരത്തിന്? അതിൻ്റെ ഞാരുകളുള്ള ഭക്ഷണമാണ് വാഴപ്പിണ്ടി. അപ്പം നമ്മുടെ ശരീരത്തിൽ വയറിൻ്റെ ഉള്ളിൽ ആമാശയത്തിലെ മുടിഞ്ഞാര് വരെ ദഹിച്ചു പോകുന്നതാണ് പറയുക വാഴപ്പിണ്ടി കൊണ്ട്. അതുകൊണ്ട് ആരും വാഴപ്പിണ്ടീനെ ചെറുതാക്കി കാണരുത്. വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ കുറേ കഴിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ